വീണ്ടും അദ്ദേഹം പറയുന്നു വലഅല്ല ഖുറൂജ ദാബ്ബ യഖഉ ഫീ ദാലിക അൽ-യൗമി അല്ലദീ തത്ലുഉ ഫീഹി അശ്-ശംസു മിനൽ മഗ്രിബ്. ദാബ്ബത്ത് പുറപ്പെടുന്നത് അഥവാ ദാബ്ബത്തുൽ അർദ്, ഭൂമിയിൽ നിന്നൊരു ജീവി പുറപ്പെടുന്നത് എന്നാണ്? സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന ദിവസം ഈ ജീവി വന്നുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കും. അങ്ങനെ അവർ അവിശ്വാസികളായിരുന്നു എന്ന കാര്യം, നിങ്ങൾ സത്യനിഷേധികളായിരുന്നു എന്ന കാര്യം അത് ജനങ്ങളോട് സംസാരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സംഭവിക്കുന്നത് ഒരേ ടൈമിലായിരിക്കുമെന്നാണ് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വൽ ഹിക്മതു ഫീ ദാലിക് അന്ന ഇൻദ തുലൂഇ ശംസി മിനൽ മഗ്രിബി യുഗ്ലഖു ബാബുത് തൗബ. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ തൗബയുടെ വാതിൽ അടക്കപ്പെടും. ഫതഖ്റുജു ദാബ്ബതു തുമയ്യിസുൽ മുഅ്മിന മിനൽ കാഫിർ. അന്ന് ഈ ദാബ്ബത്ത് പുറപ്പെട്ടിട്ട് ആരൊക്കെയാണ് മുസ്ലിം, ആരൊക്കെയാണ് മുസ്ലിം അല്ലാത്തവർ എന്ന് ഈ ലോകത്ത് വെച്ച് തന്നെ കൃത്യമായി വേർപെടുത്തും അവരെ. തക്മീലൻ ലിൽ മഖ്സൂദി മിൻ ഇഗ്ലാഖി ബാബിത് തൗബ. അത് തൗബയുടെ വാതിൽ അടച്ചു എന്നതിൻ്റെ ആ ഉദ്ദേശത്തെ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ മൃഗം വന്നിട്ട് മുസ്ലിങ്ങളെയും അല്ലാത്തവരെയും വേർതിരിക്കുന്നത്. വഅവ്വലുൽ ആയാത്തിൽ മുഅ്ദിന ബിഖിയാമിസ് സാഅ. ഇനി അടുത്ത സ്റ്റെപ്പ് ഖിയാമത്താണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവസാനം പറഞ്ഞത് വരുന്നത്. അതാണ് അന്നാറുല്ലത്തി തഹ്ശുറുന്നാസ്. യമനിൽ നിന്ന് പുറപ്പെടുന്ന തീ. ആ തീ മനുഷ്യനെ ഒരുമിച്ച് കൂട്ടും. പിന്നീട് അവരിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അവിടെ നിന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. പിന്നീടാണ് യഥാർത്ഥ മഹ്ശറിലേക്ക് മനുഷ്യൻ വരുന്നത്. അതെല്ലാം വളരെ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് ഈ ഹദീസുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.